ഇന്ന് സംഭവിച്ചത് വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. മോദിയുടെ സന്ദർശനത്തിന് പിന്നാലെ തൃശൂരിൽ തർക്കം. മുഖ്യമന്ത്രിക്കെതിരായ പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് മറുപടിയുമായി CPIM. കള്ളക്കടത്തിന്റെ കേന്ദ്രം പ്രധാനമന്ത്രിയുടെ ഓഫീസെന്ന് MV ഗോവിന്ദൻ. കേരളത്തിൽ CPIM BJP കൂട്ടുകെട്ട് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. കേരളത്തിലല്ല മണിപ്പൂരിലാണ് പ്രധാനമന്ത്രി പോകേണ്ടിയിരുന്നത് എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും വിമർശിച്ചു. പ്രധാനമന്ത്രിയെ കളത്തിലിറക്കി കേരളത്തിൽ രാഷ്ട്രീയ പ്രചരണങ്ങൾക്ക് BJP തുടക്കമിട്ട് കഴിഞ്ഞു. മുഖ്യമന്ത്രിയെ ഉന്നമിട്ടുള്ള വിമർശനങ്ങളിൽ രാഷ്ട്രീയ ഏറ്റുമുട്ടലും തുടങ്ങി. സ്വർണ്ണക്കള്ളക്കടത്ത് പിടിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്ര ഏജൻസികൾ പരാജയപ്പെട്ടെന്നും കള്ളക്കടത്തിന്റെ കേന്ദ്രം പ്രധാനമന്ത്രിയുടെ ഓഫീസെന്നും MV ഗോവിന്ദൻ. കള്ളക്കടത്ത് പിടിക്കാനുള്ള ഉത്തരവാദിത്വം കേരളത്തിൽ ഏതെങ്കിലും ഗവൺമെന്റ് ഓഫീസിനില്ല. അത് പൂർണ്ണമായിട്ടും കേന്ദ്ര ഗവൺമെന്റിന്റെ ചുമതലയാണ്. എന്തേ ഇതേവരെ സ്വർണ്ണക്കടത്ത് നടന്നു എന്നെല്ലാവരും സമ്മതിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്തേ പിടിക്കാത്തത്? ആരായിരുന്നു തടസ്സം പിടിക്കുന്നതിന്? തൃശൂരിൽ BJPയെ വിജയിപ്പിക്കാൻ CPIM ശ്രമമെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. BJP സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനകൾ CPM സംഘപരിവാർ നടത്തുന്നു. ഈ പാർലമെന്റ് ഇലക്ഷനിൽ അതുണ്ടാവും. അതിനെ നേരിട്ടും ഞങ്ങൾക്ക് ഉജ്ജ്വലമായ വിജയം ഞങ്ങൾക്ക് നേടാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. BJP കേരളത്തിൽ പച്ചതൊടില്ലെന്നും ഇന്ത്യ മുന്നണി നേട്ടമുണ്ടാക്കുമെന്നും ET മുഹമ്മദ് ബഷീർ. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പാർട്ടിയെ കഴിഞ്ഞ കാലത്ത് എങ്ങനെയാണ് പച്ച തൊടാതെ ഇവിടെ വിട്ടിട്ടുള്ളത്, എങ്ങനെയാണ് അവരെ പൂജ്യമാക്കി വിട്ടിട്ടുള്ളത്, അതുപോലെ തന്നെ BJPയുടെ സങ്കല്പങ്ങളെ തകർത്തുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യ അലയൻസ് വമ്പിച്ചതുള്ള പെർഫോമൻസ്, കളർഫുൾ പെർഫോമൻസ് ഈ തെരഞ്ഞെടുപ്പിൽ വരാൻ വേണ്ടി പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നടത്തും. മോദിയുടെ പരാമർശങ്ങളിൽ മന്ത്രിമാരടക്കം രൂക്ഷ വിമർശനമാണ് BJPക്കും പ്രധാനമന്ത്രിക്കുമെതിരെ ഉയർത്തുന്നത്. സർക്കാരിനെ പിന്തുണച്ച് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും രംഗത്ത് വന്നു. സ്വർണ്ണക്കള്ളക്കടത്തുകാർക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കണമെന്ന് KPCC അധ്യക്ഷൻ K സുധാകരനും പ്രതികരിച്ചു. 24 തിരുവനന്തപുരം. പ്രധാനമന്ത്രി പ്രസംഗിച്ച തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ ചാണകവെള്ളം തളിക്കാനെത്തിയ യൂത്ത് കോൺഗ്രസുകാരെ തടഞ്ഞ് BJP. പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി. സുരക്ഷയ്ക്കായി ക്ഷേത്രത്തിലെ ആൽമരത്തിന്റെ ശിഖരം വെട്ടിയതിനെതിരെയായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. BJP പ്രവർത്തകർ മർദ്ദിക്കുന്നത് പോലീസ് നോക്കി നിന്നുവെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. അതേസമയം പ്രധാനമന്ത്രിയുടെ പരിപാടി നടന്ന വേദിയിൽ ചാണകവെള്ളം തളിക്കാൻ നടത്തിയ നീക്കം വരേണ്യ മനോഭാവത്തിന്റെ ഭാഗമെന്ന് K സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. അദ്ദേഹം ഒരു പ്രതിഷേധ സമരത്തിനല്ല ഇവിടെ വന്നിരിക്കുന്നത്. അദ്ദേഹം ഈ നാട്ടിലെ സഹോദരിമാരെ കാണാനാണ് വന്നിരിക്കുന്നത്. അത്രയും മഹത്തായിട്ടുള്ള ഒരു പ്രോഗ്രാം, ഒരു പരിപാടി, ഹൃദയസ്പർശിയായ ഒരു ചടങ്ങ്. ആ ചടങ്ങിൽ പങ്കെടുത്ത് തിരിച്ചുപോയ ഉടനെ വേദിയിൽ വെള്ളം തളിക്കുക എന്ന് പറഞ്ഞാൽ ആ മനസ്സിന് എന്താണ് പറയേണ്ടത്? കാരണം മറ്റൊന്നുമല്ല, രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതാക്കന്മാരും അവരുടെ ഉള്ളിലുള്ള വരേണ്യ മനോഭാവമാണ്. വിവരങ്ങളുമായി സൂരജ് സജി ചേരുന്നു തൃശ്ശൂരിൽ നിന്ന്. സൂരജ് സജി, ഇപ്പോൾ K സുരേന്ദ്രൻ അടക്കം പ്രതികരിച്ചിട്ടുണ്ട്. കോൺഗ്രസ് നേതൃത്വം എന്തെങ്കിലും പ്രതികരണത്തിന് തയ്യാറായോ? മാത്രമല്ല, ഇന്ന് ഈ സംഭവം നടക്കുമ്പോൾ ഏകപക്ഷീയമായാണ് പോലീസ് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അവിടെ അറസ്റ്റ് ചെയ്ത് മാറ്റിയത്. അവിടെ വലിയ അക്രമം അഴിച്ചുവിട്ട BJP യുവമോർച്ച പ്രവർത്തകർക്കെതിരെ എന്തെങ്കിലും നടപടി പോലീസ് എടുത്തിട്ടുണ്ടോ? നിലവിൽ ഇതുവരെയും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഔദ്യോഗികമായ ഒരു പ്രതികരണത്തിന് കോൺഗ്രസ് നേതൃത്വം തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വേണു ചോദിച്ചതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ BJP പ്രവർത്തകർക്കെതിരെ കേസെടുക്കാനും ഇതുവരെയും പോലീസ് തയ്യാറായിട്ടില്ല. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗുരുതരമായ വീഴ്ച അത് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് നമുക്കിതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഒരു സമരം നടക്കുകയാണ്. ആ സമരം നടക്കുമ്പോൾ അതിന് വേണ്ട മുൻകരുതലുകൾ അല്ലെങ്കിൽ അവിടെ അക്രമം ഒഴിവാക്കുന്നതിന് വേണ്ട നടപടികൾ അത് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നില്ല. കുറച്ച് KSU
യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാത്രമാണ് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഈ കവാടത്തിന് അവിടെ എത്തുന്നത്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് BJP പ്രവർത്തകരുമാണ്. പക്ഷേ ഇവർ തമ്മിൽ ആദ്യഘട്ടത്തിൽ തന്നെ വാക്കേറ്റം ഉണ്ടാകുന്നു, ഉന്തും തള്ളും ഉണ്ടാകുന്നു. ആ സമയത്ത് കൂടുതൽ പോലീസുകാരെ അങ്ങോട്ടേക്ക് എത്തിക്കുന്നുണ്ട്. എന്നാൽ പോലും ഈ സംഘർഷം നിയന്ത്രിക്കുന്നതിന് പറ്റിയ തരത്തിലുള്ള പോലീസുകാർ അങ്ങോട്ടേക്ക് എത്തുന്നില്ല. പിന്നാലെയാണ് BJP ജില്ലാ പ്രസിഡന്റ് നേതൃത്വത്തിൽ കൂടുതൽ പ്രവർത്തകർ സംഘടിച്ചെത്തുകയും ഈ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ഈ കമ്പിവടിയും അതുപോലെ തന്നെ പട്ടിക കഷ്ണവും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം അഴിച്ചുവിടുന്നതും വെറും ഒരു കൊടി മാത്രം പൈപ്പിൽ കെട്ടിക്കൊണ്ട്, അതായത് പൈപ്പിൽ കെട്ടിയ കൊടി മാത്രമാണ് ഇവരുടെ കയ്യിൽ സ്വയരക്ഷയ്ക്കുണ്ടായിരുന്നത്, അല്ലാതെ ഒന്നും തന്നെ ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഏകപക്ഷീയം ഒരു ആക്രമണം ഇവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു. ആ സമയത്തെല്ലാം പോലീസ് ഈ കുറ്റക്കാരായ ആളുകൾക്കെതിരെ, അതായത് ഈ അക്രമം അഴിച്ചുവിട്ട ആളുകളെ സംരക്ഷിക്കുന്ന നടപടിയിലേക്ക് പോയി. അതായത് അവരെ കസ്റ്റഡിയിൽ എടുക്കാൻ പോലും പോലീസ് തയ്യാറായില്ല. പിന്നീട് ഈ KSU പ്രവർത്തകരെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നടപടിയിലേക്കും പോലീസ് കടന്നു. അറസ്റ്റ് ചെയ്ത് നീക്കുമ്പോഴും ഈ പട്ടിക ഉൾപ്പെടെയുള്ള ആയുധങ്ങളും ഇരുമ്പ് കമ്പികളുമായി അവിടെ ഈ ജില്ലാ പ്രസിഡന്റിന്റെ ഡ്രൈവർമാരടക്കം നിൽക്കുന്നത് ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇവർക്കെതിരെ ഇതുവരെയും നടപടിയെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. ഇതിൽ യൂത്ത് കോൺഗ്രസിനും അതുപോലെ തന്നെ KSU പ്രവർത്തകർക്കും എല്ലാം വലിയ അതൃപ്തിയാണുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഔദ്യോഗിക പ്രതികരണത്തിന് ഇതുവരെയും കോൺഗ്രസ് നേതൃത്വവും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തായാലും ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തേക്കിൻകാട് മൈതാനിയിലെ ആൽമരം മുറിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു ഈ സമരം. അതിൽ വലിയ അതൃപ്തി പ്രദേശവാസികളായ ആളുകൾക്ക് വരെയുണ്ട്. കാരണം ഈ മരത്തിന്റെ കൊമ്പുകൾ മുറിച്ചു മാറ്റിയത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത നടപടി എന്നുള്ളതാണ് ഈ പ്രദേശവാസികളായ ആളുകൾ അടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. വേണു, ശരി. സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ജസ്ന എവിടെയെന്ന് അറിയില്ല. ജസ്ന തിരോധാന കേസിൽ CBI റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. തിരോധാനത്തിന് മതതീവ്രവാദവുമായി ബന്ധമില്ലെന്നാണ് CBI കണ്ടെത്തൽ. ജസ്ന മരിച്ചുവെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. തിരോധാനത്തിന് മതതീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ടോ എന്ന സംശയം ആദ്യം മുതൽ നിലനിന്നിരുന്നു. ഇതിനാണ് CBI റിപ്പോർട്ടോടെ വ്യക്തത കൈവരുന്നത്. നേരത്തെ ജസ്നയുടെ അച്ഛനെയും ആൺസുഹൃത്തിനെയും നുണപരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. ഇതിലൊന്നും തെളിവ് കിട്ടിയില്ല. ജസ്ന സമൂഹമാധ്യമങ്ങൾ ഉപയോഗിച്ചിരുന്നില്ല. ജസ്നയുമായി ബന്ധപ്പെട്ട് സമീപ സംസ്ഥാനങ്ങളിലും ആത്മഹത്യാ പോയിന്റുകളിലും പരിശോധന നടത്തി. അന്വേഷണത്തിന് ഇന്റർപോളിന്റെ സഹായം തേടിയിരുന്നു. എന്നാൽ എവിടെയും ഒരു തെളിവും കിട്ടിയില്ല. കൂടുതൽ എന്തെങ്കിലും കിട്ടിയാൽ അന്വേഷണം തുടരുമെന്നും കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ CBI പറയുന്നു. അതേസമയം ജസ്ന തിരോധാന കേസിൽ CBI നൽകിയ റിപ്പോർട്ടിൽ ആക്ഷേപമുണ്ടെങ്കിൽ അറിയിക്കാൻ കോടതി നോട്ടീസ് നൽകി. ജസ്നയുടെ പിതാവിനാണ് തിരുവനന്തപുരം CJM കോടതി നോട്ടീസ് അയച്ചത്. ജസ്ന കേസിൽ അന്വേഷണം താൽക്കാലികമായി അവസാനിപ്പിച്ചാണ് CBI റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. ഈ റിപ്പോർട്ട് കോടതി സ്വീകരിക്കുന്നതിന് മുൻപാണ് പരാതിക്കാരനായ അച്ഛനോട് തർക്കമുണ്ടെങ്കിൽ അറിയിക്കാൻ വ്യക്തമാക്കിയത്. കേസ് ഈ മാസം 19-ന് വീണ്ടും പരിഗണിക്കും. 24 കൊച്ചി. ഡൽഹിയിലെ നീക്കങ്ങൾ. മദ്യനയ അഴിമതി കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ED ഒരു അവസരം കൂടി നൽകും. കെജ്രിവാളിന് 4ാമതും സമൻസ് അയക്കാനാണ് ED തീരുമാനം. EDയുടെ സമൻസിന് മറുപടി നൽകിയതിന് പിന്നാലെയാണ് തീരുമാനം. അതേസമയം മദ്യനയ അഴിമതി കേസിൽ ED സമൻസ് നിയമവിരുദ്ധമെന്ന് കെജ്രിവാൾ ആവർത്തിച്ചു. നിയമപരമായ നടപടികളോട് സഹകരിക്കും. EDയെ ഉപയോഗിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് തന്നെ മാറ്റി നിർത്താനാണ് BJP ശ്രമിക്കുന്നതെന്ന് കെജ്രിവാൾ ആരോപിച്ചു. जो कुछ भी चल रहा है बहुत खतरनाक है. ये हमारे जनतंत्र के लिए बहुत गलत है. इसे रोकना होगा. मैं हमेशा देश के लिए लड़ा हूं. मेरा तन मन धन देश के लिए है. मेरी एक एक सांस देश के लिए है. मेरी खून की एक एक बूंद देश के लिए है. मेरे शरीर का एक एक कतरा देश के लिए समर्पित है. हमें मिलकर देश को बचाना है. मैं पूरी जी जान से इनके खिलाफ लड़ रहा हूं. आपका साथ चाहिए. ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ചേരുന്നു. ബൽറാം, യഥാർത്ഥത്തിൽ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാനുള്ള ആലോചന EDക്ക് ഉണ്ടായിരുന്നോ? ഇന്നലെ രാത്രി മുതൽ തന്നെ ശക്തമായി ഈ കാര്യം സ്വയം പ്രഖ്യാപിച്ച് ആ വലിയൊരു രാഷ്ട്രീയ പ്രതിരോധം തീർത്തതുകൊണ്ട് ED പിൻവാങ്ങുകയായിരുന്നോ? വേണു,
ഈ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് ഇ ഡി കടക്കും ഉടൻ തന്നെ എന്ന സൂചനകൾ ഉണ്ട്. എന്നാൽ കുറച്ചു കാലമായി അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ അന്തരീക്ഷത്തിലുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് തുടർച്ചയായി കെജ്രിവാളിന് ഇത്തരത്തിൽ ഇ ഡി സമൻസ് അയക്കുന്നതും. എന്നാൽ ഇന്നലെ രാത്രി ഡൽഹി മന്ത്രി അതിഷി മർലേനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ എക്സ് സന്ദേശം എന്നുള്ളത് ആം ആദ്മി പ്രവർത്തകരെ അലർട്ട് ചെയ്യുന്നതിനുള്ള ഒരു സന്ദേശമായി ആണ് വിലയിരുത്തപ്പെടുന്നത്. കെജ്രിവാളിൻ്റെ വീട്ടിൽ ഉടൻ റെയ്ഡ് നടക്കും എന്നും കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യും എന്നുമാണ് അതിഷി എക്സിലൂടെ പങ്കുവച്ചത്. തുടർന്ന് ആപ്പ് നേതാക്കളും അതേ നിലപാടിലേക്ക് എത്തി മാധ്യമങ്ങളിൽ പ്രതികരണങ്ങൾ നൽകുകയായിരുന്നു. അതേസമയം ഇക്കാര്യം നിഷേധിക്കുകയാണ് ഇ ഡി ചെയ്തിരിക്കുന്നത്. ഇന്ന് തന്നെ അത്തരത്തിലൊരു റെയ്ഡിനോ അറസ്റ്റിനോ തങ്ങൾക്ക് പദ്ധതിയില്ലായിരുന്നു എന്നും കെജ്രിവാളിന് 3 സമൻസുകൾ കെജ്രിവാൾ അവഗണിച്ച പശ്ചാത്തലത്തിൽ വീണ്ടും സമൻസ് നൽകും എന്നുമാണ് ഇ ഡി അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ഇ ഡി നൽകിയ സമൻസ് അത് നിയമവിരുദ്ധം എന്നാണ് കെജ്രിവാളിൻ്റെ ആരോപണം എന്നുള്ളത്. കാരണം തന്നെ പ്രതിയായാണോ സാക്ഷിയായാണോ ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുന്നത് എന്ന് കൃത്യമായി ഈ സമൻസിൽ രേഖപ്പെടുത്തിയിട്ടില്ല. കൂടാതെ ഈ സമൻസുകൾക്ക് താൻ നൽകിയ മറുപടിക്ക് അക്നോളജ്മെന്റ് ലെറ്റർ നൽകിയിട്ടില്ല എന്നുമാണ് കെജ്രിവാൾ ആരോപിക്കുന്നത്. കെജ്രിവാളിൻ്റെ മറുപടി പരിശോധിച്ച് അക്കാര്യത്തിൽ മറുപടി നൽകും എന്ന് ഇ ഡി വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം കെജ്രിവാൾ ഈ ഘട്ടത്തിൽ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ രാഷ്ട്രീയ പകപോക്കലാണ് BJPയുടെ എന്ന ആരോപണം ഉന്നയിച്ചെങ്കിൽ ഒപ്പം തന്നെ ഇത്തവണ ഉന്നയിക്കുന്ന ഒരു കാര്യം എന്നുള്ളത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചരണം അത് തടയാനുള്ള ഒരു നീക്കമാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളതാണ്. കാരണം ആം ആദ്മി പാർട്ടിയുടെ മുഖം അരവിന്ദ് കെജ്രിവാൾ തന്നെയാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും അദ്ദേഹം തന്നെയാണ് മുഖം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അകത്താക്കിയാൽ പാർട്ടിയെ തന്നെ തകർക്കാൻ കഴിയുമെന്ന കണക്കുകൂട്ടലാണ് ഇതിന് പിന്നിൽ എന്നുള്ളതാണ്. ഈ ഇ ഡിയുടെ നോട്ടീസിന് പിന്നാലെ തന്നെ കെജ്രിവാൾ ആം ആദ്മി പാർട്ടിയും തങ്ങളുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചരണം കൂടി തുടക്കം കുറിക്കുന്നതായി പ്രഖ്യാപിച്ചിരിക്കുന്നു. മറ്റന്നാൾ ഗുജറാത്തിൽ കെജ്രിവാൾ ആം ആദ്മി പാർട്ടിയുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിക്കുമെന്നാണ് ആം ആദ്മി പാർട്ടി വൃത്തങ്ങൾ അറിയിക്കുന്നത്. കെജ്രിവാൾ മറ്റന്നാൾ ഗുജറാത്തിലേക്ക് പോകും. തുടർന്ന് അവിടെ പ്രചരണം നടത്താനാണ് തീരുമാനം. ഇതൊരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റാനും രാഷ്ട്രീയമായി ഇതിനെ നേരിടാനുമുള്ള ഒരു നീക്കമാണ് ആം ആദ്മി പാർട്ടിയുടെയും കെജ്രിവാളിൻ്റെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതേസമയം ഇനി അറസ്റ്റിലേക്ക് കടക്കുകയാണെങ്കിൽ എന്ത് എന്ന് സംബന്ധിച്ച് ആം ആദ്മി പാർട്ടിയിൽ പല പദ്ധതികളും ഇപ്പോഴും അണിയറയിൽ ചർച്ചയിലാണ് എന്നുമാണ് ലഭ്യമാകുന്ന വിവരം. വേണു. ബൽറാം നെടുങ്ങാടി, ഇത് രാഷ്ട്രീയ നീക്കമാണ് എന്ന് വീണ്ടും വ്യക്തമാകുന്ന സൂചനകളല്ലേ ഈ CBI അന്വേഷണത്തിനുള്ള ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതി മൊഹല്ല ക്ലിനിക്കുമായി ബന്ധപ്പെട്ട പരാതിയിൽ? തീർച്ചയായും വേണു, ഈ വിഷയത്തിൽ ആം ആദ്മി പാർട്ടി സർക്കാരിനെതിരെ തുടർച്ചയായി BJPയുടെ ഭാഗത്തു നിന്ന് ഒപ്പം തന്നെ ലഫ്റ്റനന്റ് ഗവർണർമാർ ഡൽഹിയിൽ ഇപ്പോൾ തുടർച്ചയായുള്ള 3ാമത്തെ ലഫ്റ്റനന്റ് ഗവർണറാണ് ഈ സർക്കാരുമായി ഏറ്റുമുട്ടലിന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ VK സക്സേന എത്തിയത് മുതൽ തന്നെ ഇത് 4ാമത്തെ വിഷയത്തിലാണ് CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്യുന്നത്. ഏറ്റവും ഒടുവിൽ മൊഹല്ല ക്ലിനിക്കുകളുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തിയ ലാബ് റിപ്പോർട്ടുകളിൽ പലതും നിലവിലില്ലാത്ത ആളുകളെ പരിശോധന നടത്തി എന്ന തരത്തിൽ തട്ടിപ്പ് നടത്തി അഴിമതി നടത്തിയെന്നാണ് ആരോപണം. അതിന് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറുകൾ പോലും നിലവിലില്ല എന്നതായിരുന്നു ആരോപണം. ഈ വിഷയത്തിലാണ് CBI അന്വേഷണത്തിന് ലഫ്റ്റനന്റ് ഗവർണർ ശുപാർശ ചെയ്തിരിക്കുന്നത്. ആം ആദ്മി പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന ഒരു നടപടി തന്നെയാകും ഇത്. നേരത്തെ തന്നെ സ്കൂൾ അഴിമതി, ഒപ്പം തന്നെ ഡൽഹി മദ്യനയ അഴിമതി അടക്കമുള്ള അഴിമതികളിലും കൂടാതെ ഡൽഹി വിജിലൻസ് രൂപീകരണത്തിലും അടക്കം CBI അന്വേഷണത്തിന് ലഫ്റ്റനന്റ് ഗവർണർ ശുപാർശ ചെയ്തിട്ടുണ്ട്. ഇതിന് കൂടാതെയാണ് ഇത്തരത്തിൽ കൂടുതൽ പ്രതിരോധത്തിലേക്കും അല്ലെങ്കിൽ കൂടുതൽ നേതാക്കളിലേക്ക് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നീളുന്ന തരത്തിലുള്ള ഒരു നടപടി ഈ ലഫ്റ്റനന്റ് ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ആം ആദ്മി പാർട്ടി തീർച്ചയായും പ്രതിരോധത്തിൽ തന്നെയാണ്. മുതിർന്ന നേതാക്കൾ ജയിലിലായിരിക്കുന്നു, 3 പേർ. ഒപ്പം മുഖ്യമന്ത്രിയും പാർട്ടിയുടെ മുഖവുമായ കെജ്രിവാളിന് ഇപ്പോഴും കേന്ദ്ര ഏജൻസികളുടെ നിഴലിലാണ്. ഇതിനെ രാഷ്ട്രീയമായി നേരിടുന്നതിനോടൊപ്പം നിയമപരമായി അദ്ദേഹം അകത്തായാൽ പാർട്ടിയുടെ ഭാവിയെ പോലും അത് ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനെ എങ്ങനെ പ്രതിരോധിക്കും, എങ്ങനെ നേരിടും എന്നുള്ളത് ഇപ്പോഴും ആം ആദ്മി ഒരു അന്തിമ തീരുമാനത്തിൽ എത്തിയിട്ടില്ല എന്നാണ് വ്യക്തമാകുന്നത്. ആദ്യഘട്ടത്തിൽ അറസ്റ്റ് വരിക്കാനും തയ്യാറാണെന്ന് കെജ്രിവാൾ പലതവണ ആവർത്തിച്ചെങ്കിലും ഈ നോട്ടീസുകളോട് അദ്ദേഹം സ്വീകരിക്കുന്ന സമീപനത്തിൽ നിന്നും അതിന് ഇപ്പോഴും തയ്യാറെടുത്തിട്ടില്ല പൂർണ്ണമായും ആം ആദ്മി പാർട്ടി എന്നാണ് വ്യക്തമാകുന്നത്. വേണു. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി തത്സമയം ചേർന്നത്. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ 5 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ
വെറുതെ വിട്ടതിനെതിരായ സർക്കാരിന്റെ അപ്പീൽ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. കുറ്റാരോപിതന് ഹൈക്കോടതി നോട്ടീസ് അയച്ചു. രാഹുൽ വിജയൻ കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ വിജയൻ, വലിയ നാടിനെ വേദനിപ്പിച്ചൊരു വിധിയാണ് വണ്ടിപ്പെരിയാർ കേസിൽ ഉണ്ടായത്. അപ്പോൾ തന്നെ സർക്കാർ പ്രതികരിക്കുകയുണ്ടായി. വിഷയത്തിൽ അപ്പീലിന്റെ സാധ്യതകളിലേക്ക് പോകുമെന്ന്. അപ്പീൽ ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നു. ഇനി എന്താണ് തുടർ നടപടികൾ? വേണു, തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കട്ടപ്പന അതിവേഗ കോടതി പ്രതിയായിരുന്ന അർജുനെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധി പ്രസ്താവം നടത്തിയത്. ഇതിന് പിന്നാലെ തന്നെ സർക്കാർ പറഞ്ഞിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്നുള്ള കാര്യം. എന്തായാലും ഇപ്പോൾ അപ്പീൽ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചിരിക്കുകയാണ്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ തെളിവ് ശേഖരണം ഉൾപ്പെടെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ അപ്പീൽ പോകുന്നത് തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ DGP ഉൾപ്പെടെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ഇതിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്നുള്ള ആവശ്യം ഈ കുട്ടിയുടെ കുടുംബം മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് അറിയിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരമൊരു നടപടിയും ഇതിന്റെ ഭാഗമായിട്ട് ഇനി ഉണ്ടാവുകയും ചെയ്യും. നിലവിൽ എന്തായാലും ഈ അപ്പീൽ ഫയലിൽ സ്വീകരിച്ച കോടതി ഈ പ്രതിയായിരുന്ന അർജുന്, വെറുതെ വിട്ട അർജുന് നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, രാഹുൽ വിജയനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. വണ്ടിപ്പെരിയാർ പോക്സോ കേസിൽ സർക്കാർ അപ്പീൽ നൽകിയിരിക്കുകയാണ്. അത് ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നു. ഇടുക്കി മാങ്കുളത്ത് നാട്ടുകാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും തമ്മിൽ തർക്കം. പെരുമ്പൻകുത്ത് വെള്ളച്ചാട്ടത്തോടനുബന്ധിച്ചുള്ള പവലിയൻ നിർമ്മാണത്തെ ചൊല്ലിയാണ് തർക്കമുണ്ടായത്. മാങ്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചതായി പരാതി. കയ്യേറ്റം പരിശോധിക്കാൻ എത്തിയെന്നാണ് വനംവകുപ്പിന്റെ വിശദീകരണം. വിഷ്ണു സുരേഷ് ഇടുക്കിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, എന്താണ് ഈ തർക്കത്തിലേക്കൊക്കെ നയിച്ച സംഭവങ്ങളുടെ കാരണം? വേണു, ഇന്ന് വൈകിട്ടോടു കൂടിയാണ് ഈ മാങ്കുളത്ത് സംഘർഷ സാധ്യത ഉണ്ടായത്. അത് പ്രധാനമായും മാങ്കുളം പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വാച്ച് ടവറുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് അത് പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നതാണ് ഈ തർക്കത്തിലേക്ക് നയിച്ചത്. തുടർന്ന് അവിടെ വലിയ സംഘർഷ സാധ്യതയുണ്ടായി. നാട്ടുകാരും വനംവകുപ്പും തമ്മിലായിരുന്നു സംഘർഷം. ഇതിനിടയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചു എന്നാണ് നാട്ടുകാർ ആരോപിച്ചത്. വനംവകുപ്പ് തിരിച്ചും ആരോപിക്കുന്നു. വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരെ ഒരു കാരണവുമില്ലാതെ നാട്ടുകാർ ആരോപിച്ചു എന്ന വനംവകുപ്പും പറയുന്നുണ്ട്. ഈ പരിക്കേറ്റ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീടാണ് സംഘർഷം കുറച്ചും കൂടി വഷളായത്. ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ നാട്ടുകാർ മാങ്കുളം ടൗണിൽ വെച്ച് തടഞ്ഞു. അവരുടെ വാഹനങ്ങൾ പൂർണ്ണമായും തടഞ്ഞു. ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ വാഹനങ്ങൾ വിടില്ല എന്ന് പറഞ്ഞു. പക്ഷേ നിലവിൽ അതൊരു സമവായത്തിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏറെക്കുറെ പ്രശ്നം പരിഹരിക്കുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധം തുടരും എന്നാണ് നിലവിൽ മാങ്കുളത്തെ നിവാസികൾ അറിയിക്കുന്നത്. വേണു. വിഷ്ണു സുരേഷാണ് ഇടുക്കിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. ഉടുമ്പൻചോല MLA MM മണിയുടെ സഹോദരൻ ലംബോധരന്റെ സ്ഥാപനത്തിൽ കേന്ദ്ര GST വകുപ്പിന്റെ പരിശോധന. അടിമാലി ഇരുട്ടുകാനത്തെ ഹൈറേഞ്ച് സ്പൈസസിൽ നികുതി വെട്ടിപ്പ് നടക്കുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന. ലംബോധരനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയാണ്. ഈ വാർത്തയുടെ വിശദാംശങ്ങളും വിഷ്ണു സുരേഷ് നൽകും ഇടുക്കിയിൽ നിന്ന്. വിഷ്ണു സുരേഷ്, പല കാലങ്ങളിൽ ആരോപണ വിധേയനായ ആളാണ് ലംബോധരൻ. ലംബോധരനിലേക്ക് പക്ഷേ ആരും എത്തിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഏതാണ്ട് മണിക്കൂറുകൾ നീളുന്ന ചോദ്യം ചെയ്യലിന് ലംബോധരൻ വിധേയമാകുന്നു. അവിടെ കേന്ദ്ര GST വകുപ്പിന്റെ പരിശോധന നടക്കുന്നു. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഏത് പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധന? വേണു, നേരത്തെ ഇടുക്കിയിലെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടെല്ലാം ഉയർന്നു വന്ന ഒരു പേരാണ് ലംബോദരൻ എന്ന്. പക്ഷേ അങ്ങ് ആ സമയത്ത് റവന്യൂ ഉദ്യോഗസ്ഥരൊന്നും അദ്ദേഹത്തിലേക്ക് എത്തിയിരുന്നില്ല. പക്ഷേ പിൽക്കാലത്ത് പിന്നീടും വിവാദങ്ങളിൽ ലംബോദരൻ നിറഞ്ഞിരുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ലംബോദരൻ്റെ എന്ന് പറയുന്ന ഹൈറേഞ്ച് സ്പൈസസിലാണ് നിലവിൽ കേന്ദ്ര GST വകുപ്പിന്റെ പരിശോധന നടക്കുന്നത്. രാവിലെ 10 മണിയോടുകൂടി ആരംഭിച്ച പരിശോധന ഇപ്പോഴും തുടരുകയാണ്. കേന്ദ്ര GST വിഭാഗത്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എത്തിയാണ് പരിശോധന നടത്തുന്നത്. ഒരു നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള പരാതി കേന്ദ്ര GST വകുപ്പിന് ലഭിക്കുന്നു. തുടർന്ന് അവരൊരു പ്രാഥമിക അന്വേഷണം നടത്തുന്നു. ആ അന്വേഷണത്തിന് പിന്നാലെയാണ് ഈ സ്ഥാപനത്തിലേക്ക് എത്തി പരിശോധന നടത്തുന്നത്. ഈ ഹൈറേഞ്ച് സ്പൈസ് എന്ന് പറയുന്ന സ്ഥാപനം സുഗന്ധവ്യഞ്ജനങ്ങൾ ഉൾപ്പെടെ വിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. ഈ വിനോദസഞ്ചാരത്തിലെത്തുന്ന ആളുകളെ ലക്ഷ്യമാക്കിയാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. അവിടെയാണ് ഇത്തരത്തിൽ നികുതി വെട്ടിപ്പ് നടന്ന് എന്നൊരു പരാതി ലഭിച്ചത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന പരിശോധന ആദ്യഘട്ടത്തിൽ ഒരു പ്രാഥമിക അന്വേഷണം ഈ ഓഫീസിൽ നടന്നു. അതിൽ കുറച്ച് അവ്യക്തതകൾ നിറഞ്ഞൊരു പശ്ചാത്തലത്തിലാണ് ലംബോദരനെ തന്നെ നേരിട്ട് വിളിപ്പിച്ച GST വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ വിവരങ്ങൾ തേടുന്നത്. ആ ചോദ്യം ചെയ്യൽ ഇപ്പോൾ ഏകദേശം 7 മണിക്കൂർ പിന്നിടുകയാണ്. 2 മണിക്കൂർ കൂടി ഇത് തുടരും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ചില നിർണായകമായ രേഖകൾ ഉൾപ്പെടെ ഈ GST വകുപ്പ് പിടിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളത് ലഭിക്കുന്ന വിവരങ്ങളുണ്ട്. പക്ഷേ ഏത് തരത്തിലുള്ള തുടർ നടപടിയാണ് ഉണ്ടാകുക എന്നുള്ളൊരു വ്യക്തത ഇനി GST വകുപ്പിന്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം കൂടി ലഭിച്ച ശേഷമേ അറിയാനാകൂ. വേണു. MM മണിയുടെ സഹോദരൻ MM ലംബോദരനെ കേന്ദ്ര GST വകുപ്പ് ചോദ്യം ചെയ്യുകയാണ്. വിഷ്ണു സുരേഷാണ് ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ജന്തർ മന്ദറിലെ ജൂനിയർ ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധത്തിന് പിന്നാലെ ഉറപ്പുമായി അഡ്ഹോക് കമ്മിറ്റി.
താരങ്ങളോട് പരിശീലനം തുടരാനും മധ്യപ്രദേശ് ഗ്വാളിയോറിലെ ദേശീയ മത്സരങ്ങൾ ഉടൻ നടത്തുമെന്നും കമ്മിറ്റി. അടുത്ത മാസം മുതൽ മത്സരങ്ങൾ സംഘടിപ്പിക്കുമെന്നും അഡ്ഹോക് കമ്മിറ്റിയുടെ ഉറപ്പ്. ഗുസ്തി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ വിവാദങ്ങളിൽ പെട്ടതോടെ മുടങ്ങിയ ദേശീയ മത്സരങ്ങൾ ഉടൻ സംഘടിപ്പിക്കണമെന്ന ആവശ്യമായിരുന്നു ജന്തർ മന്ദറിൽ പ്രതിഷേധിച്ച ജൂനിയർ ഗുസ്തി താരങ്ങൾ മുന്നോട്ട് വെച്ചത്. ജൂനിയർ താരങ്ങളുടെ ആവശ്യം ഗൗരവമായി കണക്കിലെടുത്ത് ഫെഡറേഷന്റെ താൽക്കാലിക നടത്തിപ്പിനായി രൂപീകരിച്ച അഡ്ഹോക് കമ്മിറ്റി ഇക്കാര്യത്തിൽ ഉറപ്പു നൽകി. 6 ആഴ്ചയ്ക്കുള്ളിൽ അണ്ടർ 15, അണ്ടർ 20 വിഭാഗങ്ങളിലായി നടക്കാനിരുന്ന ദേശീയ ചാമ്പ്യൻഷിപ്പുകൾ സംഘടിപ്പിക്കുമെന്ന് കമ്മിറ്റി അറിയിച്ചു. താരങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുമെന്നും കമ്മിറ്റി ഉറപ്പു നൽകി. വരുന്ന ഫെബ്രുവരിയിൽ സീനിയർ ദേശീയ ചാമ്പ്യൻഷിപ്പും സംഘടിപ്പിക്കും. ദേശീയ ചാമ്പ്യൻഷിപ്പുകളിൽ പങ്കെടുക്കാനായി ജൂനിയർ താരങ്ങളോട് പരിശീലനത്തിൽ ഏർപ്പെടാനും കമ്മിറ്റി നിർദ്ദേശിച്ചു. സ്വന്തം നിലയ്ക്ക് ചാമ്പ്യൻഷിപ്പുകൾ സംഘടിപ്പിക്കുമെന്ന സസ്പെൻഡ് ചെയ്യപ്പെട്ട ഭരണസമിതിയുടെ വെല്ലുവിളി നിലനിൽക്കെയാണ് അഡ്ഹോക് കമ്മിറ്റിയുടെ നീക്കം. 24 ഡൽഹി.